ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നതാ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് വെറൈറ്റി ഒരു വോൾ ഡെക്കറാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് റോൾ എടുത്തിട്ടുണ്ട്, പിന്നെ കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഈ കാർഡ്ബോർഡ് പീസിൽ നിന്ന് 2 റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 റോൾ എടുത്തതുകൊണ്ടാണ് 2 റൗണ്ട് പീസ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെ റൗണ്ട് പീസ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ റൗണ്ട് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിന് പകരമായിട്ട്, ഈ കാർഡ്ബോർഡ് പീസിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബോട്ടിലിൻ്റെ മൂടി ഉണ്ടല്ലോ, അതെടുത്താലും മതി കേട്ടോ. കണ്ടില്ലേ, ഇതേപോലത്തെ ബോഡി എടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിനൊരു അളവൊന്നുമില്ല കേട്ടോ. വലിയ മുടിയോ ചെറിയ മുടിയോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് എടുക്കുക. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് രണ്ടും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. മുടിയാണ് വെക്കുന്നതെങ്കിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതാ കാർഡ്ബോർഡിൻ്റെ പീസാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ മിഡിലായിട്ട് ഇതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഈ റോളിനൊന്നും വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്താലും മതിയേ. കണ്ടില്ലേ, ഇതേപോലെ മിഡിൽ ഒട്ടിച്ചു കൊടുക്കുക. മിഡിൽ തന്നെ ഒട്ടിക്കണം എന്നില്ല കേട്ടോ. മുകളിലേക്ക് വേണമെങ്കിൽ മുകളിലേക്ക് ഒട്ടിക്കുക, താഴത്തേക്ക് വേണമെങ്കിൽ താഴത്തേക്ക് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, ഗ്ലൂ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ മറ്റതും ഒട്ടിച്ചെടുക്കണ്ടേ. പറഞ്ഞതുപോലെ മിഡിൽ വേണമെങ്കിൽ മിഡിൽ ഒട്ടിക്കുക. ഇനിയിപ്പോൾ മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക് ഒട്ടിക്കുക, താഴത്തേക്കാണെങ്കിൽ താഴത്തേക്ക് ഒട്ടിക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ 2 ഒട്ടിച്ചതിന് ശേഷം ഇതിലൊന്ന് പെയിൻറ്റും കൂടി കൊടുക്കണ്ടേ. പെയിൻറ്റ് കൊടുക്കുകയെന്ന് വെച്ചാൽ സാധാ പെയിൻറ്റല്ല കേട്ടോ, നമ്മൾ സ്പ്രേ പെയിൻറ്റ് ഉണ്ടല്ലോ അതാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. സ്പ്രേ പെയിൻ്റ് ആട്ടോ ഒന്നുകൂടിയും സാധാ പെയിൻറ്റിനെക്കാട്ടി ഭംഗി ഉണ്ടാവുക. എന്ന് വെച്ചാൽ അതിനൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ഡെക്കർ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലൊന്ന് സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഗോൾഡൻ ആണ് ചൂസ് ചെയ്യുന്നത്. ഗോൾഡൻ ആയാലും ആഷ് ആയാലും ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലൊന്ന് ജസ്റ്റ് അടിച്ച് കാണിക്കുന്നുള്ളേ, ബാക്കി ഞാൻ അടിച്ചതിന് ശേഷം ഉണങ്ങിയിട്ട് അത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് 2ലും അടിച്ച് നല്ലതുപോലെ ഉണങ്ങി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇങ്ങനെ തന്നെ കാണാൻ നല്ല എന്താ പറയുക, നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന, നമ്മൾ പുറത്ത് ഷോപ്പൊക്കെ പോയാൽ കാണില്ലേ, പലതരം ഡെക്കർ ഐറ്റംസ് കാണാറുണ്ടല്ലോ, അതേ ഒരു ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലും താഴെയും 2 എന്താ പറയുക ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളത്. അതിന് ഞാൻ അടച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഭാഗം അടയ്ക്കേണ്ടല്ലോ, പക്ഷേ മറ്റേ ഭാഗവും അടിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിൽ ഫ്ലവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇനി നമുക്കിതൊന്ന് വോളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ. ഇതേപോലെ 2 റോൾ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ 2 എണ്ണം വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ അല്ലേ. നമ്മുടെ കയ്യിലുണ്ടാകുന്ന ആ റോൾ എന്താ പറയുക, ഫോയിൽ കഴിഞ്ഞിട്ടുള്ള ആ റോളാണ്, കാർഡ്ബോർഡ് പീസാണെന്ന് ആര് കണ്ടാലും പറയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഇനി വരാം. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.